വയനാട് സ്ഥാനാർത്ഥി നിർണയത്തിലെ വിമർശനത്തിൽ സമസ്തയെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ്. SYS നേതാക്കളുമായി കോൺഗ്രസ് നേതാക്കൾ ചർച്ച നടത്തുന്നു. കോൺഗ്രസിൽ സ്ഥാനാർത്ഥികളിൽ മുസ്ലിം പ്രാതിനിധ്യം കുറഞ്ഞതിന് SYS നേതാക്കൾ രൂക്ഷമായി വിമർശനം ഉന്നയിച്ചിരുന്നു. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്ത് നിന്നുണ്ടായ തീരുമാനത്തിലുള്ള ആശങ്കകൾ ഞങ്ങൾ പ്രകടിപ്പിച്ചു. അത് ന്യായമായ ആശങ്കകളാണ് എന്ന ബോധ്യത്തോടു കൂടി തന്നെയാണ് ഞങ്ങളിപ്പോൾ പിരിയുന്നത്. എങ്കിലും നിലവിലെ സാഹചര്യത്തിൽ അടിയന്തരമായ പരിഹാര മാർഗങ്ങൾക്ക് സാധ്യതയില്ലാത്ത ഒരു സാഹചര്യമായതുകൊണ്ട് തന്നെ ഭാവിയിൽ ഇത്തരം പ്രവണതകൾ ആവർത്തിക്കാതിരിക്കാൻ ജാഗ്രത പാലിക്കാം എന്ന ധാരണയോടുകൂടിയാണ് ഇപ്പോൾ ഇവിടുന്ന് പിരിയുന്നത്. ഫൈസൽ നെടുമ്പാലയുണ്ട് വിവരങ്ങൾ നൽകാനായി. ഫൈസൽ, ഈ കോൺഗ്രസ് നേതാക്കൾ ഇപ്പോഴും അനുനയ നീക്കവുമായി ചർച്ച തുടരുകയാണോ? എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരം? ടി സിദ്ദിഖ് MLA അടക്കമുള്ളവരെ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുമുണ്ട്. എന്താണ് നിലവിലത്തെ സാഹചര്യം? ഈ ചർച്ച പൂർണ്ണമായിട്ടുണ്ട്. ചർച്ചയ്ക്ക് ശേഷം സമസ്ത നേതാക്കളുടെ പ്രതികരണമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് SYS രൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചിരുന്നത്. അതായത് കോൺഗ്രസിന്റെ ഇത്തവണത്തെ സ്ഥാനാർത്ഥി നിർണയത്തിൽ മുസ്ലിം പ്രാതിനിധ്യം കുറവായിരുന്നു എന്നുള്ള വിമർശനമായിരുന്നു SYSന്റെ നേതാക്കളൊക്കെ തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫേസ്ബുക്കിൽ ഉൾപ്പെടെ പരസ്യമായിട്ടും അവർ ഉന്നയിച്ചിരുന്നത്. അതിനുശേഷം ഇന്ന് സമസ്ത നേതാക്കളെ അനുനയിപ്പിക്കാനുള്ള ഒരു ചർച്ചയാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ടി സിദ്ദിഖ് MLA, അതുപോലെ DCC പ്രസിഡന്റ് TJ ഐസക്, NP ആര്യ ഉൾപ്പെടെയുള്ള നേതാക്കൾ കൽപ്പറ്റ സമസ്ത ഓഫീസിൽ വെച്ചായിരുന്നു ഈ സമസ്തയുടെ നേതാക്കളുമായിട്ട് ചർച്ച നടത്തിയത്. എന്തായാലും ഈ ചർച്ചയ്ക്ക് ശേഷം കൃത്യമായി കൊണ്ട് സമസ്തയുടെ നേതാക്കൾ പറഞ്ഞ ഒരു കാര്യം, ഇത്തവണ ഇപ്പോൾ ഇനി അത്തരം ചർച്ചകൾ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയെ ഇനി മറ്റാരെങ്കിലും നിർത്തണം എന്നുള്ള കാര്യത്തിലൊന്നും തന്നെ ഈ തീരുമാനമെടുക്കാൻ കഴിയില്ല. നിലവിൽ അത്തരത്തിൽ സമസ്തക്കുണ്ടായ അല്ലെങ്കിൽ SYSന്റെ നേതാക്കൾക്കുണ്ടായ ഒരു ആശങ്ക അത് ഈ കോൺഗ്രസ് നേതാക്കളുമായി പങ്കുവച്ചിട്ടുണ്ട്. വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ, അടുത്ത തെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്തരം ആശങ്കകളൊക്കെ തന്നെ പരിഹരിച്ചുകൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി നിർണയം ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് കിട്ടിയതായിട്ടാണ് സമസ്ത നേതാക്കൾ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും കൃത്യമായി കൊണ്ടുള്ള ഒരു നിരീക്ഷണം അല്ലെങ്കിൽ വിമർശനം തന്നെയാണ് സമസ്തയുടെ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഈ സ്ഥാനാർത്ഥി നിർണയം, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 4 ബ്ലോക്ക് പഞ്ചായത്തുകളാണ് വയനാട് ജില്ലയിലുള്ളത്. അതിൽ 2 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 2 സ്ഥാനാർത്ഥികൾ മാത്രമാണ് മുസ്ലിം പ്രാതിനിധ്യമുള്ളത്. മാത്രമല്ല ജില്ലാ പഞ്ചായത്തിലേക്കുള്ള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയ പട്ടികയിൽ ഒരു മുസ്ലിം പ്രാതിനിധ്യം പോലും ഉണ്ടായിരുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങളുടെ വിമർശനമായിരുന്നു സമസ്ത നേതാക്കൾ ഉന്നയിച്ചിരുന്നത്. അജി.